കണ്ട് ചേറിലും ചെളിയിലും കിടക്കുന്ന തനിക്ക് എന്നെപ്പോലൊരു ഡോക്ടറെ മോഹിക്കാൻ എന്താടോ യോഗ്യത? പഠിപ്പുണ്ടോ? വിവരമുണ്ടോ? വെറും 10ാം ക്ലാസ്സും കുസ്തിയും അലങ്കാരമാക്കി നടക്കുന്ന കേവലം ഒരു ലോക്കൽ, അത്രേ ഉള്ളൂ താൻ. പുച്ഛത്തോടെയുള്ള എൻ്റെ വാക്കുകൾക്ക് അകമ്പടിയായി വന്ന കൂട്ടുകാരികളുടെ പരിഹാസച്ചിരികൾ തിരക്കേറിയ ആ കോഫി ഷോപ്പിൻ്റെ ചുവരുകളിൽ മുഴങ്ങി. പലരുടെയും കണ്ണുകൾ ഞങ്ങളിലേക്ക് നീണ്ടുവരുന്നതും അയാളുടെ ശാന്തമായ മുഖത്തേക്കും കണ്ണുകളിൽ അലയടിക്കുന്ന രൗദ്രഭാവങ്ങളിലേക്കും നോക്കി ഞാനിരുന്നു. മെല്ലെ അയാൾ എഴുന്നേറ്റതും ഷർട്ടിലെ ഒരു വശം ഉയർത്തി മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് വാലറ്റിൽ നിന്നും 500-ൻ്റെ ഒരു നോട്ടെടുത്ത് മേശന്മേൽ വെച്ചു. ചായയുടെ കാശാ? പിന്നെ ഒരേ ഒരു തവണ എൻ്റെ മോളെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് നിന്റെ തന്ത വന്ന് കെഞ്ചിയത് കൊണ്ടാ നിന്നെ ഒന്ന് കാണാന്ന് വെച്ചത്. ഉള്ള കാര്യമങ്ങ് പറയാലോ. കണ്ടപ്പോൾ തന്നെ ഈ ചുള്ളിക്കമ്പിൽ അങ്ങും ഇങ്ങും തുണി ചുറ്റിയ നിന്റെ കോലത്തെ എനിക്ക് അങ്ങോട്ട് ഒട്ടും പിടിച്ചില്ല. കുറച്ചു മുന്നേ നീ യോഗ്യതയെപ്പറ്റി പ്രസംഗിച്ചില്ലേ? നിന്റെ പേരിൻ്റെ വാലായിട്ടുള്ള ഡോക്ടർ എന്ന യോഗ്യത ഒന്നും പോരടി എൻ്റെ ഭാര്യയാകാനായിട്ട്. പിന്നെ നിന്റെ ഈ അഹങ്കാരം, അതൊന്നുകൊണ്ട് മാത്രം ഞാൻ അങ്ങ് തീരുമാനിച്ചു, ഇനി ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും നിന്നെ ഞാൻ കെട്ടുവന്ന്. ഒരുങ്ങിയിരുന്നോ ഈ സായിബാലൻ്റെ ഭാര്യയാകാൻ? കേട്ടോടി ഉണക്കച്ചുള്ളി. അപ്പോൾ പോട്ടെ പെങ്ങന്മാരെ. മുഖത്തേക്കാരോ ആഞ്ഞടിച്ച പോലെ ഞാൻ അയാളുടെ വാക്കുകൾക്ക് മുന്നിൽ അമർഷത്തോടെ സ്തംഭിച്ചിരുന്നു പോയി. പരിഹാസച്ചിരിയോടെ മോഹൻലാൽ സ്റ്റൈലിൽ മുണ്ടും മടക്കിയെടുത്ത് നടന്നകലുന്ന അയാളെ നോക്കി എൻ്റെ കൂട്ടുകാരികളും തറത്തു നിൽക്കുന്നത് ഞാൻ അറിഞ്ഞതും അരിശത്തോടെ കസാരയിലേക്ക് ഞാൻ അമർന്നിരുന്നു. ഹാ, എന്നെ ഹോട്ട് ആൻഡ് ഹാൻസം ആണെന്ന് നോക്കടി, ആ ഉഷിരും ദേഷ്യമൊക്കെ. ദൂരേക്ക് നടന്നകലുന്ന അയാളിൽ നിന്നും കണ്ണെടുക്കാതെ മെറിൻ അത് പറഞ്ഞതും എന്നിലെ ദേഷ്യത്തിൻ്റെ കണികകളെ ആളി പടർത്തി. എന്നാൽ നീ അങ്ങ് കെട്ടിക്കോടി, എനിക്ക് അറുപ്പും വെറുപ്പും അയാളോട്. നാശം, ഒഴിഞ്ഞു പോകുമെങ്കിൽ പോട്ടേന്ന് വെച്ചിട്ട് തന്നെയാ ഇത്രയും കടുപ്പിച്ച് പറഞ്ഞത്. അതിപ്പോൾ ഇങ്ങനെയായി. ഡാഡിയുടെ ഒടുക്കത്തെ ജാതവും അന്ധവിശ്വാസവും. കാം ഡൗൺ നേത്ര. നിനക്ക് നിന്റെ അച്ഛൻ്റെ തീരുമാനങ്ങളെ എതിർത്ത് നിൽക്കാൻ പറ്റുമോ? നിനക്ക് ഏറ്റവും ബെസ്റ്റ് മാത്രമാകും മാധവനെങ്കിൽ സെലക്ട് ചെയ്യുന്നത്. കൂട്ടത്തിൽ അല്പം പക്വതയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ രമ്യ ശ്രമിക്കുമ്പോൾ അയാളുടെ വാക്കുകളിൽ കുഴങ്ങിക്കിടന്ന എൻ്റെ മനസ്സിനെ തിരിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഹൗസ് സർജൻസി കഴിഞ്ഞ് മാസങ്ങൾ പോലും പിന്നിട്ടിട്ടില്ല. ദുബായിൽ ബിസിനസ്സുകാരനായ അച്ഛൻ്റെ ഏക മകളായി എന്നെ ഡോക്ടർ പഠനത്തിന് വേണ്ടി അവർ നാട്ടിലേക്ക് അയച്ചു. വിദേശ രാജ്യങ്ങളിൽ സമ്പന്നതയുടെ മടിത്തട്ടിൽ പിറന്നു വീണപ്പോൾ സ്വന്തം നാടിൻ്റെ സംസ്കാരത്തോട് മാനസികമായൊരടുപ്പം സൃഷ്ടിക്കാനായില്ല എനിക്ക്. കേരളത്തിലെ പഠനത്തിന് ശേഷം ഉപരിപഠനത്തിനായി US-ലേക്ക് അയക്കാമെന്ന അച്ഛൻ്റെ വാഗ്ദാനങ്ങൾക്ക് മേൽ വിശ്വസിച്ചാണ് അന്ന് ഞാൻ ഇവിടേക്ക് വന്നത് പോലും. ഇന്നിപ്പോൾ ജാതകം എന്ന അച്ഛൻ്റെ അന്ധവിശ്വാസങ്ങൾക്ക് മേൽ മണ്ണിട്ട് മൂടിയതെല്ലാം എൻ്റെ സ്വപ്നങ്ങളായിരുന്നു. 23 വയസ്സിന് മുമ്പേ സുമംഗലിയാകണമെന്ന്, അല്ലാത്ത പക്ഷം വിവാഹം ഇനിയും വർഷങ്ങൾ നീളുമെന്ന്. പണ്ടെങ്ങോ അച്ഛൻ്റെ ആത്മമിത്രമായിരുന്ന ശങ്കരമംഗലത്ത് മഹാദേവന്റെ മകൻ സായിബാലൻ. സുഹൃത്തുക്കൾ അന്നൊരിക്കൽ വെറുതെ പറഞ്ഞു വെച്ച കാര്യം എൻ്റെ ജാതകദോഷത്തിൻ്റെ മേൽ കുഴിമാന്തി എടുക്കപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എല്ലാത്തിനും മുകളിൽ നിനക്ക് സമ്മതമാണോ മോളെ എന്നൊരു വാക്ക് പോലും അച്ഛനിൽ നിന്നും കേൾക്കാതെ വന്നപ്പോൾ വിധിയുടെ പടുകുഴിയിലേക്ക് ഞാൻ വലിച്ചെറിയപ്പെട്ടു. ഇഷ്ടപുരുഷനെ മനസ്സറിഞ്ഞ് പ്രണയിക്കണമെന്നും തോളോട് തോളുരുമ്മി ആ കൈകൾ ചേർത്ത് പിടിച്ച് തിരകൾ പുൽകുന്ന മണൽത്തീരങ്ങളിലൂടെ കാതങ്ങൾ നടന്നു താണ്ടണമെന്നുമൊക്കെ വെറും പായ്മോഹങ്ങളായി എന്ന് ഞാൻ അറിഞ്ഞു. എല്ലാം അവരുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത് മൗനമായി തലയാട്ടുമ്പോൾ എന്നിൽ ഉയരുന്ന വാശിയും ദേഷ്യവുമെല്ലാം ഞാൻ അടക്കി വെക്കുകയായിരുന്നു. മുല്ലപ്പന്തലിനുള്ളിൽ സർവാഭരണ വിദൂഷിതയായി അയാൾക്കരികിൽ ഞാനിരിക്കുമ്പോൾ ആ ചുണ്ടിൽ മുട്ടിട്ട പുച്ഛിച്ചിരിയിലേക്ക് ഞാൻ നിർവികാരതയോടെ നോക്കിയിരുന്നു. ഹൃദയഭാഗത്ത് ചേർത്ത് വെച്ച് താലിയും പൊട്ടിച്ചെറിഞ്ഞ് ദൂരെ എവിടേക്കെങ്കിലും ഓടിയൊളിക്കാൻ ആ നിമിഷം ഞാൻ വെമ്പൽ കൊണ്ടുപോയി. സ്വർണ്ണക്കരമുണ്ടും ജുബ്ബയും പിന്നിലേക്ക് ഒതുക്കി വെച്ച മുടിയുമായി ഗാംഭീര്യത്തോടെ യാതൊരു കൂസലുമില്ലാതെ അയാൾ നിവർന്നിരിക്കുന്നത് കാണെ അയാളോടുള്ള വെറുപ്പ് എന്നിലേറി വന്നു. യാത്ര പറയും നേരം അച്ഛൻ എൻ്റെ വലം കൈ അയാളുടെ കൈകളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു വേള ആ കൈകൾ മുറുകുന്നത് ഞാൻ അറിഞ്ഞു. നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കൃഷിയിടങ്ങളും നിറഞ്ഞ മണ്ണിൻ്റെ മണം കനിയുന്ന ഗ്രാമത്തിലേക്കുള്ള മൺപാതയിലൂടെ അയാൾക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ണുകൾ അടച്ച് ഞാനിരുന്നു. പഴമയുടെ പ്രൗഢിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന വലിയൊരു വീടിനു മുന്നിലായി കാർ നിർത്തിയതും അയാൾ പുറത്തേക്കിറങ്ങി. എനിക്ക് നേരെ ആ കൈകൾ നീട്ടിയപ്പോൾ ഞാൻ ദേഷ്യത്തോടെ തട്ടിയെറിഞ്ഞതും
കടുത്ത മുഖത്തോടെ അയാൾ പിന്തിരിഞ്ഞ് നടക്കുന്നതും ഞാൻ അറിഞ്ഞു. ഒരുപാട് വലിപ്പമുള്ള ആ മുറ്റത്തിൻ്റെ ഒരു കോണിൽ കൂട്ടിയിട്ടിരിക്കുന്ന നാളികേരവും ഉണക്കാനിട്ടിരിക്കുന്ന നെല്ലും പശുവിൻ്റെ കരച്ചിലും വൈക്കോൽ കൂനയുമൊക്കെ ആദ്യമായി കാണുകയായിരുന്നു ഞാൻ. ഇത്തരമൊരു ചുറ്റുപാടിൻ്റെ നടുവിൽ ഇനി ഞാനെങ്ങനെ അതിജീവിക്കുമെന്ന ചോദ്യം എങ്ങു നിന്നോ എൻ്റെ കാതുകളിലേക്ക് ഉയർന്നു പൊന്തുന്നത് ഞാൻ അറിഞ്ഞു. സ്നേഹം ചാലിച്ചു പുഞ്ചിരിയോടെ എനിക്ക് നേരെ നിലവിളക്ക് നീട്ടുന്ന അമ്മയെ ഞാൻ നോക്കിയപ്പോൾ തൊട്ടരികിലായി അയാളുടെ എണ്ണിത്തീർക്കാൻ കഴിയാത്ത ബന്ധുക്കളും ഉണ്ടായിരുന്നു. അയാൾക്ക് ഇരട്ടകളായ 2 അനുജന്മാരും ഒരു അനുജത്തിയുമുണ്ടെന്നും അനുജന്മാർ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്നും നേരെ ഇളയ അനുജത്തിയുടെ വിവാഹം കഴിഞ്ഞ വർഷം കഴിഞ്ഞുവെന്നും അവർ ഫാമിലിയുമായി ഓസ്ട്രേലിയയിലാണെന്നും വിവാഹത്തിനായി നാട്ടിലേക്ക് വന്നതാണെന്നുമൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാവരും സ്നേഹം കൊണ്ടെന്നെ മൂടുന്നുണ്ടെങ്കിലും എന്തോ ആരോടും മാനസികമായി ഒരു അടുപ്പം പുലർത്താൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ കൂട്ടത്തിൽ സായി മാത്രം എന്നെ പിന്നീടൊരു നോട്ടം കൊണ്ട് പോലും പരിഗണിക്കുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു. അയാളുടെ മുറിയുടെ ഒരു കോണിൽ നീണ്ട റാക്കുകളിൽ നിരന്നിരിക്കുന്ന ബുക്കുകളിൽ എൻ്റെ കണ്ണുകളിൽ ഉടക്കി നിന്നു. എല്ലാം സായി ഏട്ടൻ്റെയാ, ഏട്ടത്തിക്ക് വേണേൽ എടുത്തു വായിച്ചോട്ടോ. അയാളോ വായിക്കാനോ എന്ന് സംശയത്തോടെ അവളെ നോക്കിയപ്പോൾ, ഏട്ടന് പഠിപ്പ് കുറവാണേലും ആള് പുലിയാ. ഈ നാട്ടിൽ വായനശാലയൊക്കെ കൊണ്ടുവന്നത് ഏട്ടൻ്റെ ഒറ്റമെടുക്കാ. സ്വന്തം ഏട്ടനെ പറ്റി വാചാലാകുന്ന അച്ചു കാണാതെ ഞാനൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. മോളെ, അവൻ്റെ അടുത്ത ഒരു കൂട്ടുകാരന് ആക്സിഡൻറ്റ് പറ്റിയെന്ന്. ബ്ലഡ് കൊടുക്കാൻ അത്യാവശ്യമായി പോയതാ, വൈകുമെന്നാ പറഞ്ഞത്. അമ്മ എന്നോടത് പറയുമ്പോൾ മനസ്സിൽ ആശ്വാസം നിറയുമ്പോഴും മങ്ങിയ മുഖത്തോടെ ഞാൻ തലയാട്ടി. മേശമേൽ തണുത്ത് പാടുകെട്ടിയ പാൽ ഗ്ലാസ് എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പോലെ തോന്നി എനിക്ക്. ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ അടഞ്ഞു വന്നപ്പോൾ ദീർഘമായ നിദ്രയിലേക്ക് ഞാൻ കുഴഞ്ഞു വീണു. അടുത്ത ദിവസം കണ്ണുകൾ തുറന്നപ്പോൾ ഏകദേശം 9 മണിയോളമായെന്ന് ഞാൻ അറിഞ്ഞു. ഫ്രഷായി നേരെ താഴേക്ക് ചെന്നതും ആവി പറക്കുന്ന ചായയുമായി അമ്മ എനിക്കരികിലേക്ക് ചിരിയോടെ വന്നപ്പോൾ ഞാനത് കൈനീട്ടി വാങ്ങി. കണ്ണുകൾ ഒരു വേള ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏട്ടനിലേക്കും അനുജന്മാരിലേക്കും അനുജത്തിയിലേക്കുമൊക്കെ എൻ്റെ കണ്ണുകൾ ഉടക്കി. അയാൾ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഒപ്പം ഇന്നലെ രാത്രി എപ്പോൾ വന്നു എന്നും എവിടെ കിടന്നു എന്നുമൊക്കെയുള്ള സംശയങ്ങളിൽ ചില നിമിഷങ്ങളോളം ഞാൻ നിശബ്ദത കടമെടുത്തു. ഏട്ടത്തി വന്നിരിക്കേ, നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലിയും സാമ്പാറുമായെന്ന്, പിന്നെ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ ഉഴുന്നുവടയും. അച്ചുവിൻ്റെ വാക്കുകൾക്ക് പിന്നാലെ ഉണ്ണിയും ചന്തുവും എന്നെ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. ചെറുപുഞ്ചിരിയോടെ നടന്നു ചെന്ന് അച്ചുവിനരികിൽ ഇരിക്കാൻ തുടങ്ങിയതും, ഏട്ടത്തി ഇങ്ങ് വന്ന് ഏട്ടൻ്റെ അടുത്തിരിക്കുന്നേ എന്ന് ഉണ്ണി പറയുമ്പോൾ നിഷേധിക്കാൻ കഴിയാതെ ഞാൻ അയാൾക്കരികിലേക്കിരുന്നു. കാവ്യമുണ്ടും ടീഷർട്ടുമായി കുളിച്ചു കുറിത്തൊട്ടിരിക്കുന്നു. ഇയാൾ ഇത്ര രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയോ എന്ന ചിന്തയോടെ ഞാൻ കഴിച്ചു തുടങ്ങി. ആ കണ്ണുകൾ ഒരിക്കൽ പോലും എന്നെ തേടി വന്നില്ല എന്നത് എനിക്ക് ആശ്ചര്യമായിരുന്നു. ഉണ്ണിയും ചന്തവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത സാമ്യതയുണ്ട്. ഒരേ മുഖച്ഛായ. ചിലപ്പോൾ ഏട്ടത്തി എന്നും ചേച്ചിയും എന്നൊക്കെ വിളിച്ച് പിന്നാലെ നടക്കുമ്പോൾ എന്തോ സഹോദരങ്ങൾ ആരുമില്ലാത്ത എനിക്ക് ആദ്യമായി അവരോട് വാത്സല്യം തോന്നിപ്പോയി. അടുക്കളയിലേക്ക് പോകാൻ എനിക്ക് തോന്നിയില്ല. സമയാസമയങ്ങളിൽ അമ്മ വന്ന് സ്നേഹത്തോടെ വിളിക്കും. അമ്മയ്ക്ക് വളരെ സ്നേഹമാണെങ്കിലും തിരികെ അടുപ്പം കാട്ടാൻ കഴിയാത്ത പോലെ ഞാൻ അകന്നു നിന്നു. അന്ന് പകലൊന്നും സായിയെ ഞാൻ കണ്ടില്ല. വൈകുന്നേരം ആളോട് സംസാരിക്കണമെന്ന് ഞാൻ ഓർത്തു. ഭാവിയെപ്പറ്റി, എന്തിനാണ് അയാളുടെ താലിച്ചരടിൽ എന്നെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന്, എൻ്റെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും ചവിട്ടിയരിച്ചതെന്ന് ചോദിക്കണം എനിക്ക്. ചിന്തകൾ വാൾ പോലെ ഹൃദയത്തിൽ കുത്തിയിറങ്ങി രക്തമൊഴുകി. ആഹാ, തമ്പുരാട്ടി ഉറങ്ങിയില്ലേ? രാത്രി മേശമേൽ തലച്ചായ്ച്ച് കിടന്ന എന്നെ അയാളുടെ ശബ്ദമുണർത്തി. 3 നേരം വെട്ടിവിഴുങ്ങാനല്ല നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടു വന്നത്. ഇവിടെ നിന്റെ വേലക്കാരുമില്ല സമയാസമയം മേലനങ്ങാതെ ഊട്ടിക്കാൻ. നാളെ മുതൽ അമ്മയെ സഹായിക്കാൻ ഉണ്ടായിരിക്കണം നീയും, കേട്ടല്ലോ? ശബ്ദത്തിൽ ആജ്ഞതയുടെ ധ്വനി ഉണരുന്നതും എന്നിൽ അടക്കിപ്പിടിച്ച ദേഷ്യം പൊട്ടിയടർന്നു. മതി, നിർത്ത്. 6 മാസം, അതിനപ്പുറം ഈ താലി എൻ്റെ കഴുത്തിൽ കാണില്ല. പൊട്ടിച്ചെറിയ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തകർത്തത് താനാ. അറുപ്പും വെറുപ്പുമാണെനിക്ക് എല്ലാവരോടും, എല്ലാത്തിനോടും, തന്നോടും, തൻ്റെ ഈ തറവാടിനോടും നാടിനോടും എല്ലാം എല്ലാം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ മുടിയേഴകളിൽ വിരൽ കോർത്ത് വലിച്ച് ഞാൻ നിലത്തേക്കിരുന്നതും വാതിൽ വലിച്ചടച്ചയാൾ പുറത്തേക്ക് പോകുന്നതും ഞാൻ അറിഞ്ഞു. ദിവസങ്ങൾ പിന്നിട്ടതും ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂടിക്കൂടി വരുന്നത് ഞാൻ അറിഞ്ഞു. തീർത്തും അപരിചിതർ.
അമ്മ സ്നേഹത്തോടെ മാത്രമേ എന്നോട് സംസാരിക്കാറുള്ളൂ. എപ്പോഴൊക്കെയോ ഞാനറിയാതെ എന്നെ മനസ്സിലാക്കുന്നത് പോലെ. ചന്തുവും ഉണ്ണിയും എപ്പോഴും കൂടെ ഉണ്ടാകും. തൊടിയിലും പറമ്പിലും കുളിക്കടവിലുമൊക്കെ അവർ എന്നെയും കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ഇടയ്ക്കൊരു ദിവസം അമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ടാണ് ഞാൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. മുറ്റത്തെ തിണ്ണയിൽ തല പൊട്ടി ചോര വാർന്നിരിക്കുന്ന ഒരു പ്രായമായ ജോലിക്കാരനടുത്ത് ആദിയോടെ നിൽക്കുന്ന അമ്മയ്ക്കരികിലേക്ക് ഞാൻ ചെന്നു. പറമ്പിലെ പണിക്കാരനാണതെന്ന് ഞാൻ അറിഞ്ഞു. എന്നാൽ അയാളുടെ ദേഹത്തും വസ്ത്രങ്ങളിലുമെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും ചാണകവും ദുർഗന്ധവും എന്നിൽ മനം പുരട്ടൽ ഉളവാക്കുകയും അറുപ്പോടെ എൻ്റെ ദൗത്യത്തെയും പ്രൊഫഷനെയും മറന്ന് ഞാൻ അവജ്ഞതയോടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു. ഒന്ന് നോക്കുമോളെ, ഒത്തിരി ചോര പോകുന്നു, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് നടന്നതും ഞാൻ അനങ്ങാതെ നിന്നു. അപ്പോഴേക്കും മുറ്റത്തേക്ക് വന്ന് നിന്ന കാറിൽ നിന്നും ഇറങ്ങിയ സായി ഞങ്ങൾക്കരികിലേക്ക് വന്ന് വെപ്രാളത്തോടെ തൻ്റെ മുണ്ടിൻ്റെ തലപ്പ് കീറിയെടുത്ത് മുറിവിൽ കെട്ടിവയ്ക്കുന്നതും നോക്കി ഞാൻ നിന്നു. എന്നിട്ടും എന്നോടൊരു വാക്കോ നോട്ടമോ തന്നില്ല. എൻ്റെ സേവനം ആവശ്യപ്പെട്ടതുമില്ല. ഈ മുറിവൊന്ന് നോക്കുമോളെ. അമ്മേ, അത് അയാൾ എന്തോ ബാഡ് സ്മെല്ലാണ്, എനിക്കെന്തോ പോലെ. അമ്മ വീണ്ടും അത് പറഞ്ഞതും എൻ്റെ മറുപടി കേൾക്കെ സായി ഒരു വേള മുഖമുയർത്തി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ ഒരൊറ്റ നോക്കിൽ ഞാൻ കത്തിയെരിയുന്നത് പോലെ തോന്നി എനിക്ക്. മടിച്ച് അയാൾക്കരികിലേക്ക് ഞാൻ ഇരിക്കും മുന്നേ ഇരു കൈകളാലും അയാളെ കോരിയെടുത്ത് കാറിനരികിലേക്ക് നടക്കുന്നത് നോക്കി ഞാൻ നിന്നു. അമ്മേ, വന്ന് വണ്ടി കയറ്. നിന്ന വേഷത്തിൽ തന്നെ അമ്മ അയാൾക്കൊപ്പം കാറിൽ കയറിയതും കാറ്റിൻ്റെ വേഗത്തിൽ ഗേറ്റ് കടന്നവർ പുറത്തേക്ക് പോകുന്നത് നിർവികാരതയോടെ നോക്കി നിന്നു. ഹൃദയത്തിൽ നിന്നാരോ നീ തെറ്റാണെന്ന് ആർത്തു വിളിക്കുന്നത് ഞാൻ അറിഞ്ഞു. അവർ തിരികെ എത്തിയപ്പോൾ അമ്മ പഴയതുപോലെ തന്നെ ചിരിയോടെ സംസാരിച്ചു. അയാൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞപ്പോഴൊക്കെ എന്തോ കുറ്റബോധം തോന്നിപ്പോയെനിക്ക്. ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരുന്നു. എന്നെ തേടി വന്ന പുതിയ കാഴ്ചകളും അറിവുകളുമെല്ലാം എനിക്ക് അത്ഭുതം തരുന്നവയായിരുന്നു. അടിസ്ഥാനപരമായി ഇന്നും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗ്രാമവാസികൾ. വീട്ടിലും തൊഴുത്തിലും തൊടിയിലും പറമ്പിലുമൊക്കെ ഈ തറവാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജോലിക്കാർ. കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന കൃഷിയിടങ്ങൾ എല്ലാം സായിയുടെ ഒറ്റ അധ്വാനത്തിൽ നിന്നുമാണെന്ന്, ഇവരുടെയൊക്കെ തലവനാണ് അയാളെന്ന്. ചിലപ്പോൾ ഒരു ചെറിയ മാടമ്പിയെ പോലെ, ചിലപ്പോൾ ഒരു ചെറിയ നേതാവിനെ പോലെ, നാടിനും നാട്ടുകാർക്കുമെല്ലാം ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെപ്പോലെ. പക്ഷേ എന്നും അവരിൽ ഒരാളായി മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം. അനിയന്മാർക്കും അനുജത്തിക്കും സ്വന്തം അച്ഛനായും ഏട്ടനായും കൂട്ടുകാരനായും സ്നേഹം പകർന്നു കൊടുക്കുന്നവൻ. ഒരുപാട് ഭൂസ്വത്തുക്കളും തടിമില്ലുകളും തേയിലത്തോട്ടങ്ങളും ഒക്കെയുള്ള മുതലാളി. പക്ഷേ ആ ഭാവങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരൻ. അച്ഛൻ്റെ കാലശേഷം എല്ലാം സ്വയം ചുമലിലേറ്റിയവൻ. ആശ്ചര്യം തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു സായിബാലൻ എന്ന വ്യക്തിത്വത്തെ അറിഞ്ഞപ്പോൾ മുതൽ. വിദ്യാഭ്യാസമോ ജോലിയോ അല്ല ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കേണ്ട ഘടകമെന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. കട്ടിലിൻ്റെ രണ്ടറ്റങ്ങളിൽ ഒരിക്കലും അടുക്കുമോ എന്ന പ്രതീക്ഷകളില്ലാതെ ഞങ്ങൾ കിടന്നു. ഇടയ്ക്കൊരിക്കൽ ഞാൻ രാവിലെ ഉണർന്നപ്പോൾ അയാളുടെ ആ കരവലയത്തിനുള്ളിൽ ആ നെഞ്ചിൽ തലചായ്ച്ചാണ് ഉറങ്ങിയതെന്ന് ഞാൻ അറിഞ്ഞു. ഇതെങ്ങനെ? അറിയാതെ സംഭവിച്ചതാകാം. എങ്കിലും ഈ ചൂടിൽ ആ കൈകളുടെ മുറുക്കത്തിൽ ഒരിക്കലും അറിയാത്ത വികാരം എന്നെ പൊതിയുന്നത് ഞാൻ അറിഞ്ഞു. അടുത്ത നിമിഷം അയാൾ കണ്ണു തുറന്നതും പെട്ടെന്ന് എന്നെ പൊതിഞ്ഞ കൈകൾ അകന്നു പോകുന്നതും എഴുന്നേറ്റ് മുഖം തരാതെ ബാത്റൂമിലേക്ക് നടക്കുന്നതും ഞാൻ അറിഞ്ഞു. വൈകുന്നേരം ഉണ്ണിക്കും ചന്തുവിനുമൊപ്പം ബാഡ്മിൻ്റൺ കളിക്കാൻ കൂടി. അച്ചു അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയിരുന്നു. തിണ്ണയിലിരുന്ന് അമ്മയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മുറ്റത്തേക്ക് വന്നു നിന്ന ബുള്ളറ്റിൽ നിന്നും ആളിറങ്ങുന്നതും അടുത്തേക്ക് വന്ന് ചന്തുവിൻ്റെ കൈകളിലേക്ക് ഒരു പൊതി കൊടുത്തിട്ട് അമ്മയുമായി അകത്തേക്ക് പോകുന്നതും ഞാൻ അറിഞ്ഞു. ഒരു വേള അയാൾ തിരിഞ്ഞു നോക്കുകയും ആ കണ്ണുകൾ എന്നിലേക്ക് വന്ന് ചിമ്മി തുറക്കുകയും ചെയ്തു. വായേട്ടത്തി, കവലേന്ന് വാങ്ങിയ നല്ല ചൂട് പരിപ്പ് വടയാ. 2 ഏട്ടൻ്റെ കണക്ക്, എനിക്കും ഇവനും. ഇത്തവണ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട്, അപ്പോൾ ഏട്ടൻ്റെ ഏട്ടത്തിക്കും വാങ്ങിയേട്ടാ. ചിരിയോടെ ഉണ്ണി വാഴയിലയിൽ പൊതിഞ്ഞ ചൂട് പരിപ്പുവട എനിക്ക് നേരെ നീട്ടി. അറിയില്ല, എന്തെന്നില്ലാത്തൊരു സന്തോഷം പോലെ. കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് അമ്മയുടെ നിർബന്ധത്തിനാണ് സ്വർണ്ണക്കരയുള്ള സെറ്റും മുണ്ടും ഞാൻ ഉടുത്തത്. ആഹാ, ഇതാര്?
കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? പോടാ ചെക്ക, എൻ്റെ മോളെ കളിയാക്കാതെ. ചന്തുവിൻ്റെ കളിയാക്കലുകൾക്ക് അമ്മയുടെ മറുപടി കേട്ട് ഞാൻ ചിരിയോടെ നിന്നു. ഉത്സവവും ചെണ്ടമേളയും തിടുമ്പേന്തിയ കൊമ്പനാളകളും എൻ്റെ കണ്ണുകൾക്ക് പുതിയ കാഴ്ചകളായിരുന്നു. വലതും ഇടതും എൻ്റെ അനുജന്മാർ കൂടെ നിന്ന് എല്ലാം എനിക്ക് കാട്ടിത്തരുമ്പോൾ തെരുവ് ചന്തകളിലെ കുപ്പിവളകളും പളുങ്കുമാലകളും ബലൂണുകളും എൻ്റെ കണ്ണുകൾക്ക് വിസ്മയമായി. തേരിൻ്റെ ഒരറ്റം ചുമലിലേന്തി ഒരൊറ്റയാൻ്റെ തലയെടുപ്പോടെ ആർത്തി വിളിക്കുന്ന സായിയിലേക്ക് ഒരു വേള എൻ്റെ കണ്ണുകൾ ഉടക്കി. ഉത്സവ കമ്മിറ്റിയിൽ പ്രധാനിയാണെന്ന് നാടിനും നാട്ടുകാർക്കും കണ്ണിലുണ്ണി. ആ ബഹുമാനം ഓരോരുത്തരും എന്നിലേക്ക് പകരുമ്പോൾ എന്തെന്നില്ലാത്തൊരു കൗതുകമായിരുന്നു എനിക്ക്. അതെ, ഞാൻ തെറ്റായിരുന്നു. എന്തെല്ലാമോ ആണെന്ന അഹങ്കാരമായിരുന്നു. പക്ഷേ ഇവർക്കെല്ലാം മുമ്പിൽ ഞാൻ വെറും വട്ടപൂജ്യമാണെന്ന കുറ്റബോധത്തോടെ ഞാൻ ഓർത്തു. അറിയില്ല, ഞാൻ മുൻവിധി എഴുതിയ അക്ഷരത്തെറ്റുകൾ തിരുത്താൻ കഴിയുമോ എന്ന്. ഒരു വേള ചിന്തകളിൽ എവിടെയോ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സാരിത്തുമ്പാൽ ഒഴിഞ്ഞ കോണിൽ നിന്ന് കണ്ണുകൾ ഒപ്പുമ്പോൾ അങ്ങ് ദൂരെ അയാളുടെ കണ്ണുകൾ എന്നിൽ സംരക്ഷണത്തിൻ്റെ കവചം തീർക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ദേ ഏട്ടൻ വാങ്ങിത്തന്നതാ. പൊതി തുറന്നതും കറുത്ത കുപ്പിവളകൾ. ഇതൊന്നും ചേച്ചി ഇടാറില്ല മോനെ, വെച്ചേക്ക്, അച്ചു വരുമ്പോൾ കൊടുക്കാം. എന്തോ ആഗ്രഹമുണ്ടെങ്കിലും വാങ്ങാൻ മനസ്സനുവദിച്ചില്ല. അവൻ്റെ മുഖം മങ്ങിയപ്പോൾ എൻ്റെ നിഷേധത്തിന് പിന്നിലെവിടെയോ ആയി നിന്ന സായിയുടെ മുഖം ഇരുളുന്നത് ഞാൻ അറിഞ്ഞില്ല. പിന്നെയുള്ള ദിവസങ്ങളിൽ ഉറക്കമുണരുന്നത് ആ കരവലയത്തിനുള്ളിലാകും. അനങ്ങാതെ ആ രോമാവൃതമായ നെഞ്ചിലേക്ക് മുഖം പോയി ഞാൻ കിടക്കും. എന്നോട് സ്നേഹമുണ്ടായിരിക്കുമോ ആൾക്ക്? അതോ ഉറക്കത്തിൽ അറിയാതെ സംഭവിക്കുന്നതാകുമോ? പക്ഷേ ജീവിതമെന്ന സത്യത്തിനു മുമ്പിൽ ഞാൻ തോറ്റുപോകുന്ന പോലെ. കവലയിലുള്ള ചെറിയ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിൻ്റെ ഒഴിവുണ്ടെന്ന് അമ്മയാണ് പറഞ്ഞത്. എന്തോ പോകണമെന്ന് തോന്നി എനിക്ക്. ഈ നന്മയുള്ള ഗ്രാമത്തിനു വേണ്ടി സായിയെപ്പോലെ ഞാനും കൈത്താങ്ങാകണമെന്ന് ആഗ്രഹിച്ചുപോയി. ചാണകത്തിൻ്റെയും ചോറിൻ്റെയും മണ്ണിൻ്റെയും മണമുള്ള പാവങ്ങളാണ് ഇവിടുത്തുകാർ എന്ന് വെച്ചാൽ മറ്റു ചിലരെ പോലെ മനസ്സിനാ നാറ്റം ഉണ്ടാകില്ല. ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ മാത്രം നിനക്ക് പോകാം. അനുവാദം ചോദിച്ചപ്പോൾ കിട്ടിയ സായിയുടെ മറുപടി എന്തോ മനസ്സിൽ ഒരു ചെറിയ വേദന പോലെ. ക്ലിനിക്കിൽ ഞാൻ പോയി തുടങ്ങി. ഞാൻ അറിയാതെ പോയ നന്മയുള്ളൊരു ലോകത്ത് ഞാൻ അറിഞ്ഞു. പിന്നീടാണ് അമ്മ പറഞ്ഞത്. ആളാണ് ജോലിയുടെ ഒഴിവിനെ പറ്റി എന്നോട് പറയാൻ പറഞ്ഞതും ആ ജോലി എനിക്ക് വാങ്ങിത്തന്നതുമൊക്കെ. ദേഹം ഒരു തണുപ്പാൽ മൂടുന്ന പോലെ. 6 മാസങ്ങൾ പിന്നിട്ടു. അപ്പോഴും മനസ്സുകൾ തമ്മിൽ 2 ധ്രുവങ്ങളിലാണെന്ന് ഞാൻ അറിഞ്ഞു. ഒന്നെനിക്കറിയാം, ഇനി ഈ ലോകത്ത് നിന്നും എനിക്കൊരു മടക്കമില്ലെന്ന്. അമ്മയുടെ, എൻ്റെ ചന്തവും ഉണ്ണിയും നാടും തറവാടും, എന്തിനേറെ പറയുന്നു തൊയത്തിലെ അമ്മിണി പശു പോലും എനിക്ക് സ്വന്തമായ പോലെ. അതിനപ്പുറം എൻ്റെ സായി. ആഗ്രഹിക്കാൻ യോഗ്യതയുണ്ടോ എന്നറിയില്ല, എങ്കിലും എനിക്കിന്നെൻ്റെ ശ്വാസമാണ് അയാൾ. ഒരിക്കൽ ഒരു രാത്രി എന്നെയും കാത്തുന്ന പോലെ അയാൾ മുറിക്കുള്ളിലുണ്ടായിരുന്നു. ചിരിയോടെ എനിക്ക് നേരെ നീട്ടിയ പേപ്പറുകൾ തുറന്നു നോക്കിയതും ഹൃദയം നിശ്ചലമായ പോലെ. 6 മാസം, നീ ആഗ്രഹിച്ച പോലെ എന്നിൽ നിന്നും മോചനം. നിന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ. അന്നത്തെ ഒരു എടുത്തുചാട്ടം, നിന്റെ അച്ഛൻ്റെ കണ്ണീര് കണ്ടപ്പോൾ മനഃപൂർവ്വം അല്ലടോ ഒന്നും. ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. നീ ഒപ്പിട്ടതാ. നാളെ വക്കീലിനെ കാണണം എനിക്ക്. എനിക്ക് നേരെ നീട്ടിയ പേന വിറ കൈകളോടെ ഞാൻ വാങ്ങി. എന്നെ അപ്പോൾ ഒരിറ്റ് പോലും സ്നേഹിച്ചിട്ടില്ലേ നിങ്ങൾ? നെഞ്ചകം ആർത്ത് കരയുന്നു. ഒന്നും മിണ്ടാതെ പേന വാങ്ങി സൈൻ ചെയ്ത് ആ മുഖത്തേക്ക് പോലും നോക്കാതെ ഞാൻ വേഗം മുറിവിട്ടിറങ്ങി. പുറത്തെ ഇരുട്ടിൽ മറഞ്ഞു നിന്ന് ഞാൻ തേങ്ങി കരഞ്ഞു. വിഡ്ഢിയാണ് ഞാൻ. ആശ്വസിക്കാൻ സ്വയം കഴിയാതെ കണ്ണുകൾ തുടച്ച് ഞാൻ അകത്തേക്ക് കയറിയതും ഒന്നും സംഭവിക്കാതെ പോലെ അയാൾ ഇരുന്ന് കഴിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഉണ്ണിയും ചന്തവും ഉണ്ട് കൂടെ. അമ്മ എന്നെ കണ്ടതും എൻ്റെ കൈപ്പിടിച്ച് അയാൾക്കരികിലിരുത്തി. വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല. കൈക്കേട്ടതി, നല്ല പച്ച കശുമാങ്ങ തീയലാണ് ഇന്ന് സ്പെഷ്യൽ. വേണ്ട ഉണ്ണി. പറഞ്ഞു തീരും മുമ്പേ അമ്മ ഒരു പ്ലേറ്റിൽ വിളമ്പി എൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചത് ഞാൻ അറിഞ്ഞു. ഒരിക്കൽ പോലും ഞാനെന്നൊരാൾ അരികിലുണ്ടെന്ന് സായി കാര്യമാക്കാതെ കഴിക്കുകയാണ്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? അല്പം ദേഷ്യത്തോടെ പാത്രം മുന്നോട്ട് മെല്ലെ നീക്കിയതും അറിയാതെ ചോറുപാത്രം ഒരു മുഴക്കത്തോടെ നിലത്തേക്ക് വീണ് ചിതറി.
സായിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നതും അയാൾ ചാടി എഴുന്നേറ്റു. അടുത്ത നിമിഷം ആ എച്ചിൽ പുരണ്ട കൈകൾ അയാൾ എൻ്റെ കവിളിലേക്ക് ആഞ്ഞടിച്ചു. കവിളിൽ കൈകൾ ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ മുറിയിലേക്ക് ഓടുമ്പോൾ അയാൾക്ക് നേരെ അമ്മയുടെ ശകാരവർഷങ്ങൾ ഉയരുന്നത് ഞാൻ അറിഞ്ഞു. കിടക്കയിലേക്ക് വീണ് പൊട്ടിക്കരയുമ്പോൾ പുതുനാമ്പെടുത്ത് എൻ്റെ പ്രണയവും പാതി വഴിയിൽ തിളർത്ത ആഗ്രഹങ്ങളുമെല്ലാം ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നം പോലെ മറക്കാൻ ഞാനൊരു പായ്ശ്രമം നടത്തി. ഇടയ്ക്കപ്പോഴോ ഉറക്കത്തിലേക്ക് ഞാൻ വഴുതി വീണതും അയാൾ എന്നെ പൊതിഞ്ഞു പിടിച്ചതും എൻ്റെ കവിളിൽ ചുംബനങ്ങളാൽ മൂടിയതും നിശബ്ദമായി ക്ഷമ പറഞ്ഞതും ഞാൻ അറിഞ്ഞില്ല. മുറിക്കുള്ളിലെ ചവറ്റുകൊട്ടയിലേക്ക് അയാൾ കയറിയെറിഞ്ഞ ഡിവോഴ്സ് പേപ്പറുകളെക്കുറിച്ചും ഞാൻ അറിഞ്ഞില്ല. രാവിലെ ഉണരുമ്പോൾ ആ കരവലയത്തിനുള്ളിലാണെന്ന് ഞാൻ അറിഞ്ഞതും ആ മുഖത്തേക്ക് അല്പനേരം ഞാൻ നോക്കിക്കിടന്നു. കൊതി തീരുന്നില്ല എനിക്ക്. എൻ്റെ പ്രാണൻ്റെ പാതിയാണെന്ന സത്യം ഹൃദയം എന്നോട് വീണ്ടും വീണ്ടും പറയുന്നു. നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടിയിഴകൾ ഒതുക്കി ഞാൻ എൻ്റെ ആദരങ്ങൾ അവിടേക്ക് ചേർത്ത് വെച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ അറിഞ്ഞു. തിരികെ പോകാനുള്ള തയ്യാറെടുപ്പുകളോടെ ഞാൻ ആ മുറി വിട്ടിറങ്ങുമ്പോൾ പിൻവിളി വിളിക്കാൻ മാത്രം യോഗ്യതയുള്ളവളാണ് ഞാനെന്ന് എനിക്ക് തോന്നിയില്ല. ആരും കാണാതെ അന്ന് എനിക്കായി വാങ്ങിത്തന്ന കരിവളകൾ ഞാൻ ബാഗിലേക്ക് വെച്ചു. ഉണരും മുന്നേ പോകണം. യാത്ര പറയുമ്പോൾ നീ പോകല്ലേ എന്നെന്നോട് പറഞ്ഞില്ലെങ്കിൽ ഈ മണ്ണിലേക്ക് ഞാൻ മരിച്ചു വീണാലോ. പ്രണയം, സ്നേഹം ഇവയൊക്കെ രംഗബോധമില്ലാതെ കടന്നു വരുന്നവയാണ്. അമ്മയോടും എൻ്റെ അനുജന്മാരോടും ഒന്നും യാത്ര പറഞ്ഞില്ല. അറിഞ്ഞ വിടില്ല അവർ എന്നെ. ആ വലിയ വീടിനോടും മണ്ണിനോടും യാത്ര പറഞ്ഞു ഞാൻ ആ പടിയിറങ്ങുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു. അച്ഛനും അമ്മയും ചോദ്യങ്ങൾ കൊണ്ടെന്നെ വീർപ്പ് മുട്ടിക്കുമ്പോൾ ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ. എൻ്റെ മോൾക്ക് ഞാൻ തിരഞ്ഞെടുത്തത് തെറ്റായി എന്ന ചിന്തയോടെ അച്ഛൻ നിന്നപ്പോൾ തെറ്റുകളെല്ലാം എൻ്റെ ഭാഗത്തായിരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഒഴിഞ്ഞ സീമാന്തരേഖയിൽ അന്ന് ആദ്യമായി ഞാൻ കൊതിയോടെ കുങ്കുമവർണ്ണം പടർത്തി. കറുത്ത കുപ്പിവളകൾ നിറച്ച കൈത്തണ്ടയിൽ അവയ്ക്കുമേലെ ഞാൻ മുത്തങ്ങൾ കൊണ്ടു മൂടി. ഒരു ഭ്രാന്തിയെപ്പോലെ ഞാൻ അലറിക്കരഞ്ഞു. വെറും മണ്ണിൽ വലിച്ചെറിയുന്ന ചില വിത്തുകൾ വേനൽ മഴയിൽ നനഞ്ഞ് വേരെ കുളിർത്ത് പടുവൃക്ഷങ്ങളാകുന്നത് കണ്ടിട്ടില്ലേ? പക്ഷേ ഞാൻ എറിയപ്പെട്ടത് അയാളുടെ ഹൃദയത്തിലേക്കായിരുന്നു. കാലങ്ങൾക്ക് ശേഷവും പെഴുതു മാറ്റാൻ കഴിയാത്ത വിധം സ്നേഹവേരുകൾ അവിടേക്ക് വേരൂന്നിയത് ഞാൻ അറിഞ്ഞില്ല. ആ കിടപ്പിൽ ഞാൻ കിടന്നതും രാത്രിയുടെ യാമങ്ങളിലേക്ക് എത്തി നിന്നതുമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഏതോ നമ്പറിൽ നിന്നും ഫോണിലേക്ക് വന്ന കാളെടുത്ത് ഞാൻ ചെവിയിലേക്ക് വെച്ചതും മറുവശത്ത് കനത്ത നിശബ്ദത ആയിരുന്നു. ആ ശ്വാസത്തിൻ്റെ നേർത്ത ശബ്ദം മതിയായിരുന്നു ആരാണെന്നറിയാൻ. ഹൃദയം ഉച്ചത്തിൽ മിടിക്കുന്നു. ചോദ്യങ്ങളെല്ലാം നിശ്വാസങ്ങളിലേക്ക് ലയിച്ചു ചേർന്നു. മറുവശത്ത് കട്ടായിട്ടും നിമിഷങ്ങളോളം ആ ചെവിയിൽ ചേർത്ത് വെച്ചു. സമയമേറെ പിന്നിട്ടു. മുറ്റത്തേക്ക് പാഞ്ഞിരച്ചു വന്ന കാർ ഒച്ചയോടെ നിൽക്കുന്നതും കാളിംഗ് ബെല്ലിൻ്റെ മുഴക്കവും ഞാൻ അറിഞ്ഞു. ആഗ്രഹിച്ചതെന്തോ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നിയെങ്കിലും ഒരു സ്വപ്നമാകും ഇതെന്ന ചിന്തയോടെ കണ്ണുകൾ പൂട്ടി ഞാൻ കിടന്നു. പരിചിതമായ ആരോ മുറിക്കുള്ളിലേക്ക് കടന്നു വരുന്നതും ആ കൈകളിലേക്ക് എന്നെ കോരിയെടുക്കുന്നതും ഞാൻ അറിഞ്ഞു. അതെ, എൻ്റെ പ്രാണൻ. ആ ഗന്ധവും ചൂടും വീണ്ടും എന്നെ പൊതിയുന്നു. അനങ്ങാതെ ആ നെഞ്ചിലേക്ക് ഞാൻ ചേർന്ന് കിടന്നപ്പോൾ ഒരു വേള എൻ്റെ ഹൃദയം വിങ്ങിപ്പോയി. മുകളിൽ നിന്നും എന്നെയും കോരിയെടുത്ത് ആള് പടവുകൾ ഇറങ്ങുമ്പോൾ അന്തിച്ചു നിൽക്കുന്ന അച്ഛനോടും അമ്മയോടും ഞാൻ കൊണ്ടുപോകുവാ എൻ്റെ പെണ്ണിനെ എന്ന് വിളിച്ചു പറയുന്നത് കേട്ട് ഞാൻ മെല്ലെ കണ്ണുകൾ തുറന്നു. തിരികെ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ കൈത്തണ്ടയിൽ ആളുടെ കൈകൾ മുറുകിയിരുന്നു. അമ്മയും ഉണ്ണിയും ചന്തുവും പരിഭവങ്ങൾ കൊണ്ടെന്നെ മൂടുമ്പോൾ എൻ്റെ കൈകളിൽ അണിഞ്ഞ കരിവളകളിലേക്കും നെറുകയിലെ സിന്ദൂര ചുവപ്പിലേക്കും പതിയുന്ന ആളുടെ കണ്ണുകളെ നേരിടാനാകാതെ ജാള്യതയോടെ ഞാൻ മുറിയിലേക്ക് നടന്നു. ചവറ്റുകൊട്ടയിൽ കീറിയിട്ട ഡിവോഴ്സ് പേപ്പർ കാണുകെ എൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല എനിക്ക്. ഇടയ്ക്കെപ്പോഴോ ആളെന്നെ പൊതിഞ്ഞു പിടിച്ചു. എൻ്റെ മൂക്കിൻ തുമ്പിൽ ആ ചുണ്ടുകൾ ചേർത്തപ്പോൾ നാണത്തിൻ്റെ ചുവന്ന പൂക്കൾ എൻ്റെ കവിളിൽ മുട്ടിടുന്നത് കുസൃതൃ ചിരിയോടെ ആൾ നോക്കി നിൽക്കുന്നത് ഞാൻ അറിഞ്ഞു. ഇനി പോകുമോ എന്നെ വിട്ടിട്ട്? ജീവിക്കേണ്ടേ നമുക്ക്? നിന്റെ സ്വപ്നങ്ങൾ എൻ്റെ കൂടിയാ. അമേരിക്കയിൽ പോയി പഠിച്ച് വലിയ ഡോക്ടറൊക്കെ ആയിട്ട് വരണം. ഞാൻ കാത്തിരിക്കണോ വേണ്ടയോ എന്ന് നീ പറഞ്ഞാൽ മതി. എൻ്റെ സ്വപ്നങ്ങളെല്ലാം ദേ ഈ നെഞ്ചിലാ. അറിയാതെ എപ്പോഴോ സ്നേഹിച്ചു പോയി. ഒന്നും വേണ്ട. ഈ സായയും വീടും അമ്മയും എൻ്റെ അനിയന്മാരും ഈ ഗ്രാമവും ഒന്നുമല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട. മെല്ലെ ആ നെഞ്ചിലേക്ക് ഞാൻ തലചായ്ക്കുമ്പോൾ
മോഹങ്ങളും സ്വപ്നങ്ങളും കൈപ്പിടിയിലൊതുക്കിയ സന്തോഷം എന്നെ പൊതിയുന്നത് ഞാൻ അറിഞ്ഞു. നാട്ടിൽ തന്നെ ആഗ്രഹം പോലെ പഠിക്കണമെന്ന്, ശേഷം ഇവിടെ ഈ ഗ്രാമത്തിൽ തന്നെ ചെറിയൊരു ആശുപത്രി കെട്ടണമെന്ന്. ആളുടെ ആഗ്രഹങ്ങളും ഞാൻ എൻ്റെ നെഞ്ചിലേറ്റുമ്പോൾ എനിക്കായി തുറന്നുവിട്ട ആ ഹൃദയത്തിൻ്റെ പടിവാതിലിലൂടെ ഞാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. നിന്റെ മനസ്സറിയാനാ അന്ന് ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യാൻ പറഞ്ഞത്. നീ ഒപ്പിട്ടപ്പോൾ ഒരിറ്റു സ്നേഹം പോലും എന്നോടില്ലെന്ന് തോന്നിയപ്പോൾ ആ ദേഷ്യത്തിലാ അറിയാതെ അടിച്ചത്. നൊന്തോടി. മെല്ലെ ആളെൻ്റെ കവിളിൽ മുകർന്നപ്പോൾ കപട ദേഷ്യത്തോടെ ഞാൻ മുഖം വീർപ്പിച്ചു. അന്ന് എന്നെ ചുള്ളിക്കമ്പെന്ന് വിളിച്ച് ഇഷ്ടമില്ലെന്ന് പറഞ്ഞതോ? ഇഷ്ടമില്ലാതെ ഞാൻ നിന്നെ കെട്ടുവോ പെണ്ണെ? കഴിഞ്ഞ 6 മാസം നിനക്ക് എന്നെയും ഈ വീടിനെയും അറിയാനും മനസ്സിലാക്കാനുമാ സമയം തന്നത്. എന്ന് വെച്ച് താലി കെട്ടിയ എൻ്റെ പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയരുത്. കള്ളച്ചിരിയോടെ ആളെൻ്റെ കാതിൽ എക്കിളി കൂട്ടുമ്പോൾ പൊട്ടിച്ചിരിയോടെ ആ കവിളിൽ ഞാൻ അമർത്തി ചുംബിച്ചു. ഏതോ യാമങ്ങളിൽ ജനൽപ്പാളികളിലൂടെ ഒരു കുഞ്ഞു നക്ഷത്രം അസൂയയോടെ ഞങ്ങളുടെ സ്നേഹത്തെ ഒളിഞ്ഞു നോക്കി കണ്ണ് ചിമ്മുന്നുണ്ടായിരുന്നു.